ആ വാക്ക് നാളെ പരലോകത്തേക്ക് വരുമ്പോൾ പ്രവാചകന്മാർ അവരവരുടെ ഉമ്മത്തികൾ സിറാത്ത് പാലം കടക്കുമ്പോൾ ചൊല്ലുന്ന വചനമാണ്. അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം. പടച്ചവനെ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവെ രക്ഷപ്പെടുത്തണേ. നമ്മുടെ നിബിതങ്ങൾ അങ്ങനെ ചൊല്ലുമെന്നാണ്. അല്ലാഹുമ്മ സല്ലിം. എൻ്റെ ഉമ്മത്തികൾ അതിന്മീതെ കയറിപ്പോകുമ്പോൾ പടച്ചവനെ എൻ്റെ ഉമ്മത്തിലെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ എന്ന് ഓരോരുത്തർക്ക് വേണ്ടി നമ്മുടെ ഹബീബ് ദുആ ചെയ്യും സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു മഹനീയമായ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം. പടച്ചവനെ നീ രക്ഷപ്പെടുത്ത്. ഏതൊരു മജ്ലിസ് ഇരിക്കുമ്പോഴും ഇതൊരു ഇൽമിൻ്റെ മജ്ലിസാണ്. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റയുടെ 3-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞുപോയ പ്രഗത്ഭനായ പണ്ഡിതനാണ്. മഹാനവറുകൾ ഹദീസിന്റെ സമാഹരണമായ 40,000 ഹദീസുകളുടെ ശേഖരമായ മുസ്നദ് മുസ്ലിം ഉമ്മത്തിന് സമ്മാനിച്ച പ്രഗത്ഭനായ ഹദീസ് പണ്ഡിതനാണ്. ഇമാമു അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇമാം എന്നറിയപ്പെടുന്ന മഹാൻ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ ഒരു മജ്ലിസ് ആരംഭിക്കുമ്പോൾ ചൊല്ലി അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം, പടച്ചവനെ രക്ഷപ്പെടുത്തണേ, പടച്ചവനെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട് പറയും ഫഇന്നൽ അബ്ദ് ബൈന ഖത്റൈൻ ഇത്നൈൻ. ഏതൊരാളും 2 അപകടത്തിൻ്റെ ഇടയിലാണ് ജീവിക്കുന്നത്. നമ്മുടെ മുമ്പിൽ 2 സംവിധാനങ്ങളാണുള്ളത്. അത് രണ്ടും ഗൗരവമേറിയതാണ്. ഒന്ന് ബൈന യൗമിൻ മളാ ലാ യദ്രി ഹൽ ഗദിബ അല്ലാഹു അലൈഹി ഔ റദി. കഴിഞ്ഞുപോയ ഒരു ദിവസം നമ്മുടെ മുമ്പിൽ ഇന്ന് സൂര്യൻ അസ്തമിച്ചു, ഒരു ദിവസം കഴിഞ്ഞു. മഗ്രിബോടുകൂടെ പുതിയൊരു ദിവസം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ഇന്നലെ അതിപ്പോൾ ഇന്നലെയാണ്. ഈ മഗ്രിബോടുകൂടെ മഗ്രിബിന് മുമ്പുള്ള സമയം ഇനി മുതൽ ഇന്നലെയാണ്. നമ്മുടെ ഇസ്ലാമിക കണക്ക് പ്രകാരം ദിവസം ആരംഭിക്കുന്നത് മഗ്രിബോടുകൂടെയാണ്, ദിവസം അവസാനിക്കുന്നത് അസ്തമയത്തോടുകൂടെയാണ്. സൂര്യാസ്തമയത്തിന് മുമ്പ് കഴിഞ്ഞ നമ്മുടെ ഇന്നലെ, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പുള്ള ഇന്നലെ, അതിൽ അള്ളാഹു നമ്മളോട് ദേഷ്യപ്പെട്ടിരിക്കുമോ? അല്ല, അള്ളാഹു നമ്മെ തൃപ്തിപ്പെട്ടിട്ടുണ്ടായിരിക്കോ? ആ ഒരു ദിവസം നമ്മുടെ മുമ്പിൽ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നാളേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വബൈന യൗമിൻ അഖ്ബലു ലാ യദ്രി ഹൽ യസ്ലമു ഫീഹി അം യഹ്ലക് ഹലാകൻ വയഅ്തിബു അതബൻ മാ ബഅദഹു അതബ്. വരാനുള്ള ഒരു ദിവസം നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. നാളെ എന്ന് നമ്മൾ വിളിക്കുന്ന നാളത്തെ പകൽ. ആ നാളെ ഒരു ദിവസത്തെ ഒരു കർമ്മം മതിയാകും ഒരു ജീവിതത്തിൽ ആയുസ് തകരാൻ. ഒരു ദിവസത്തെ കർമ്മം, അങ്ങനെയല്ലേ തകർന്നവരൊക്കെ തകർന്നത്? ഒരു ദിവസം അവർ ചെയ്ത പണി കൊണ്ടാണ്. അത് മതിയാകും ഒരുപക്ഷെ എന്നേക്കുമുള്ള ശാപങ്ങൾ, സത്യവിശ്വാസികളുടെ, മലായികത്തിന്റെ, മുഅ്മിനീങ്ങളുടെ, ഔലിയാഇന്റെ ശാപമുണ്ടാകാൻ അത് മതിയാവും. എൻ്റെ നാളെ ശപിക്കപ്പെടുന്ന നാളെയാണോ? അതല്ല, അള്ളാഹു എന്നെ തൃപ്തിപ്പെടുമോ? എൻ്റെ ഇന്നലെ അള്ളാഹു സ്വീകരിച്ചുവോ ഇല്ലയോ? ഇത് രണ്ടിനും ഇടയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ട് മഹാൻ പറയും, പടച്ചവനെ രക്ഷപ്പെടുത്ത്, അള്ളാഹുവെ രക്ഷപ്പെടുത്തണേ, അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പാപങ്ങൾ, പതറുന്ന പാദങ്ങൾ എന്നതാണ്. തിന്മകളാൽ നമ്മുടെ ജീവിതം പതറിക്കൊണ്ടിരിക്കുകയാണ്. തിന്മകൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അതിനെ സംബന്ധിച്ചല്ല വിശദീകരിക്കുന്നത്. തിന്മകളുടെ ബാഹുല്യം, അതും നമ്മുടെ സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ നിസ്സാരമായ ചെലവിൽ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഗുരുതരമായ തിന്മകൾ. ഒരു സ്ക്രീനിന്റെ അകത്ത് മനുഷ്യന്റെ കണ്ണിലൂടെ, മനുഷ്യന്റെ ചിന്തയിലൂടെ വന്നു പോകുന്ന ഗുരുതരമായ വീഴ്ചകൾ നമ്മളൊരു പക്ഷേ ചിന്തിക്കുക പോലുമില്ല ഇത്രക്ക് വലുതാണോ അതെന്ന്. ഈ പാപങ്ങൾ മുഴുവൻ നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സമാധാനം നഷ്ടപ്പെടും. എന്താ ഇപ്പം നിസ്കരിച്ച് നന്നായാൽ ഇപ്പം എന്താ നടക്കാൻ പോണത് എന്ന് ചോദിച്ചാൽ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. തെറ്റ് ചെയ്തവരെ എപ്പോഴും പേടിക്കണം, ദുന്യാവിലും പേടിക്കണം. വാതിൽ മുട്ടുമ്പോൾ പോലീസുകാർ വരികയാണോ,
ഏതെങ്കിലും ഒരു ന്യൂസ് വരുമ്പോൾ അത് എന്നെ പറ്റിയാണോ? തെറ്റ് ചെയ്തവർ പേടിച്ചിരിക്കണം, എപ്പോഴും അലേർട്ടാണ്. ചെയ്യാത്തവർക്ക് എന്തിനെ പേടിക്കേണ്ട കാര്യം? സമാധാനം നഷ്ടപ്പെടും തിന്മ ചെയ്താൽ. ആ ഒരു ആയത്താണ് ഇന്ന് ഉദ്ഘാടനത്തിൽ അസ്ഹരി ഉസ്താദ് സൂചിപ്പിച്ചത്. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. കുറേ കണ്ണ് കാണാത്തവർ പരലോകത്ത് വരുമെന്നാണ്. അന്നാരും കൈപിടിക്കാനുണ്ടാവില്ല. കുറേ അന്ധന്മാർ, അവർക്കൊന്നും കൂളിംഗ് ഗ്ലാസ് ഒന്നും കൊടുക്കൂല. അന്ന് കണ്ണ് കാണാതെയാ വരുന്നത്. കണ്ണുപൊട്ടന്മാരായി മഹ്ശറയിലേക്ക് വരുന്ന ഒരു വിഭാഗം, അതിൽ മുഴുവൻ ബഹുഭൂരിഭാഗം യുവാക്കളാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. കണ്ണ് കാണാതെ എഴുന്നേൽക്കുന്നതോ ഭീകരമായൊരു ദിവസത്തിലേക്ക്. ആ ദിവസത്തിന്റെ ഭീകരത പോലും, ആ ഭീകരതയിൽ എന്തെങ്കിലും ആശ്വാസത്തിന് ഒന്ന് കണ്ണു തുറന്ന് നടക്കാൻ പോലും കഴിയാത്ത വിധം അവരുടെ കണ്ണുകളെ അള്ളാഹു ഇരുട്ടാക്കി കളയും എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. وَمَنْ أَعْرَضَ عَنْ ذِكْرِي فَإِنَّ لَهُ مَعِيشَةً ضَنْكًا. എന്റെ സ്മരണയിൽ നിന്ന് ആരാണോ വഴിമാറി ജീവിക്കുന്നത്, അള്ളാഹുവിനെ ഓർക്കാതെ, സജ്ജനങ്ങളെ, സ്വാലിഹീങ്ങളെ, ഇൽമ്, ദീന്, ദിക്റുകൾ, ദുആകൾ ഇതൊന്നുമില്ലാണ്ട് ജീവിക്കുന്ന വലിയൊരു വിഭാഗം മനുഷ്യരിലുണ്ട്. മുസ്ലിമീങ്ങളിലുണ്ട്, കേരളീയ മുസ്ലിമീങ്ങളിലുണ്ട്. അവർ ഏതോ ലോകത്താണ്, ഏതോ ലോകത്താണ്. സുബ്ഹാനല്ലാഹ്. എന്നൊരു സുഹൃത്ത് ഒരു തമാശ പറഞ്ഞ്, എന്നാ പറഞ്ഞത്, ഇന്നലെ മിനിഞ്ഞാന്നോ, അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു തമാശ, ഒരു പരിപാടിക്ക് ഞാൻ വരുന്നു. അപ്പോൾ എൻ്റെ പേര് പറഞ്ഞോലോ, അങ്ങനെ എൻ്റെ പേരിൻ്റെ ആദ്യ ഭാഗം. അപ്പോൾ ആള് ചോദിച്ചു, ദുബൈയിലാണ്, അബുദാബിയിലാണ് സംഭവിച്ചത് ഈ കഴിഞ്ഞ ബുധനാഴ്ച. അപ്പോൾ അവിടെ ഒരു ഷോപ്പ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ ചെന്നതാണ്. അപ്പോൾ ഒരു സുഹൃത്ത് പറയാം, നിങ്ങൾ വരുന്നുണ്ട് എന്ന് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, വിളിച്ചു പറഞ്ഞു, നീ പോരുന്നോ? അപ്പം ചോദിച്ചു, ഏത് സിനി സ്റ്റാറാണ് വരുന്നത്? സിനിമാ സ്റ്റാറാണെന്നാണ് മൂപ്പര് വിചാരിച്ചത്. ഏത് നേരവും സിനിമാ സ്റ്റാറുകളും സിനി സ്റ്റാറുകളും ഒക്കെ ആലോചിച്ച് നടക്കുന്ന മുസ്ലിമീങ്ങളിൽ ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ ഇനിയും ബാക്കിയുണ്ട് എന്നതിൻ്റെ വലിയൊരു അടയാളമാണത്. സുബ്ഹാനല്ലാഹ്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. നാളെ പരലോകത്തേക്ക് വരുന്നത് കണ്ണ് കാണാത്തവരായിട്ടാണ്. ഇവിടെ വെറും പാട്ടും സിനിമയും ജോക്കുകളും കോമഡിയും ഇത് മാത്രം, അങ്ങനെ ജീവിക്കുക, തിന്നുക, ഭുജിക്കുക, സുഖിക്കുക, കുറെ ചിരിക്കുക. ഇതിനപ്പുറം ജീവിതത്തിന് വില കാണാത്ത ആളുകള് നാളെ പരലോകത്ത് വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, അവരുടെ കണ്ണുകൾക്ക് കാഴ്ച ഉണ്ടാവില്ല. അപ്പൊ അവര് പറയും പടച്ചവനോട്, ഖാല റബ്ബി, സൃഷ്ടാവേ, ലിമ ഹശർതനി അഅ്മാ, നീ എന്തേ എന്നെ കണ്ണു കാണാത്തവനായി ഇവിടെ കൊണ്ടുവന്നത്? വഖദ് കുൻതു ബസീറാ, ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് എനിക്ക് കണ്ണുണ്ടായിരുന്നല്ലോ പടച്ചവനെ, നീ എന്താ ഇപ്പൊ എനിക്ക് കണ്ണ് തരാത്തത് എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ മറുപടി വരും, ഖാല കദാലിക്, അങ്ങനെ നിന്റെ കണ്ണിന്റെ കാഴ്ച ഞാൻ എടുത്തത്, അത്തത്ക ആയാതുനാ ഫനസീതഹാ, എന്റെ ദൃഷ്ടാന്തങ്ങൾ നിന്റെ കൺമുമ്പിലേക്ക് വന്നപ്പോ ഫനസീതഹാ, നീ അത് മറന്നുപോയല്ലേ. വകദാലികൽ യൗമ തുൻസാ, അതുപോലെ ഇന്ന് ഇവിടെ നിന്റെ കാര്യം ഞാനങ്ങ് മറന്നിരിക്കുകയാണ് എന്ന് അല്ലാഹു അവനോട് മറുപടി പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവേ, ആ ഒരു ദുരന്ത ദിവസത്തിന്റെ അപകടങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ കരകയറ്റി തരണേ തമ്പുരാനെ. ഇന്നത്തെ ഈ ചർച്ച പാപങ്ങളാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങളുടെ ചില ലക്ഷണങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശമാണ്. മഹാന്മാർ 40ഓളം അപകടങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്, പാപങ്ങളാൽ ഉണ്ടായിത്തീരുന്ന അപകടങ്ങൾ. ആ അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാം നന്മയുടെ വഴിയിലേക്ക് വന്നാൽ, തൗബ ചെയ്ത് മടങ്ങിയാൽ, ശുദ്ധിയായാൽ. അങ്ങനെ നമുക്ക് നന്നാവണം. ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുംറിൻ നിഅം. ചെമന്ന ഒട്ടകങ്ങൾ വിലപിടിപ്പുള്ള ഒട്ടകങ്ങളാണ്. അറേബ്യയിൽ കാണാൻ കിട്ടാത്ത ഒട്ടകങ്ങളാണ് ചെമന്നത്.
മഞ്ഞ ഇഷ്ടം പോലെ കിട്ടും. ചെമന്ത നിറമുള്ള ഒട്ടകം വലിയ വിലയാണെന്ന് ഇന്നും നബി തങ്ങൾ പറഞ്ഞു, അത്രയും വിലപിടിപ്പുള്ള മനോഹരമായ ഒട്ടകക്കൂട്ടങ്ങളെ ലഭിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഖൈറ് ഒരാളെങ്കിലും നന്നാവലാണ്. അതുകൊണ്ട് ഈ ഇരുത്തം, നമ്മുടെ ഈ മജ്ലിസ് നമുക്ക് നന്നാവാനുള്ള ഒരു നിമിത്തമാക്കി അള്ളാഹു മാറ്റി തരട്ടെ. നന്മയിൽ മാറിയവർ നന്മയിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു ഇതുകൊണ്ട് നൽകട്ടെ. പാപങ്ങൾ നമ്മൾ അറിയാതെ കടന്നു വരുന്നു, നമ്മൾ പോലും ചിന്തിക്കുന്നില്ല, അതൊക്കെ ഒരു തെറ്റാണോ, അതൊക്കെ എല്ലാവരും പറയാറില്ലേ, അങ്ങനെ എല്ലാവരും ചെയ്യാറില്ലേ എന്ന് വിചാരിക്കുന്ന നിസ്സാരങ്ങൾ, ഇയ്യാകും വമുഹഖിറാത്തി ദുനൂബ്, തിന്മകളിൽ വളരെ നിസ്സാരമായ വിഷയങ്ങളെ നിങ്ങൾ ഗൗരവത്തിൽ കാണണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നഹാ തജ്തമിഉ അലാ സ്വാഹിബി ഹത്താ തുഹ്ലിക. ചെറുതങ്ങട്ട് കൂടി 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 വന്നിട്ട് ആ ചെറുപാപങ്ങൾ അതിൻ്റെ ആളെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞേക്കും, പാതാളത്തിലേക്ക്, വലിയ പടുകുഴിയിലേക്ക്. നിബിതങ്ങൾ പറഞ്ഞു, ഏതുപോലെ എന്നറിയോ? യാത്ര പോകുന്ന ഒരു കൂട്ടം യാത്രക്കാർ, അവർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കേണ്ടവരാണ്. അവർക്ക് വേറെ സംവിധാനങ്ങളൊന്നുമില്ല. തീ കത്തിക്കാൻ ഓരോരുത്തരും ഒരു ചെറിയ കമ്പ്, ഒരു ചെറിയ മരക്കൊള്ളി, ഒരു ചെറിയ ഓലക്കഷ്ണം, ഒരു ചെറിയ ഈർക്കിളി, എന്തെങ്കിലും ചെറുത് അവിടുന്ന് ഇവിടുന്ന് ഓരോരുത്തരും കൊണ്ടുവന്നങ്ങ് വെച്ച് തീ കത്തിച്ചപ്പോൾ അത് വലിയൊരു തീയായി മാറി. അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാൻ വിധം കെൽപ്പുള്ള ഒരു തീജ്വാലയായി മാറി. പക്ഷേ ഓരോരുത്തരും ഓരോന്നാ കൊണ്ടുവന്നത്, ചെറിയ ചെറിയ സാധനങ്ങൾ ഒരുമിച്ചങ്ങ് വെച്ചപ്പോ എന്ന പോലെയാണ് ചെറുദോഷങ്ങൾ. അത് ഓരോന്ന് ചെറുതല്ലേ, അത് അത്രയല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അത് മതി. അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോ വൻപാപങ്ങളുടെ ഗണത്തിലേക്ക് വന്നുപെടും. ഉൻദുർ ലാ തൻദുർ ഇലാ ഉളമിൽ മഅസിയ ലാ തൻദുർ ഇലാ ഉളമിൽ മഅസിയ വസഗരിഹ വൻദുർ ഇലാ ഉളമി മൻ തഅസി. പാപങ്ങളുടെ വലുപ്പം ചെറുപ്പമല്ല നോക്കേണ്ടത്, ആ ചെറുദോഷവും വലുദോഷവും ആരെയാ നിങ്ങൾ ധിക്കരിക്കുന്നത്? ആരെയാ? ആ ആളാരാ? അല്ലാഹുവാൻ. അള്ളാഹിനോടൊരു ചെറിയ തെറ്റ് ചെയ്തു, നമ്മൾ ഉമ്മാനോടൊരു ചെറിയ അബദ്ധം ചെയ്തു, ഉമ്മാനോട് വലിയ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ വാപ്പയോട് വലിയ അബദ്ധം ചെയ്തു, ചെറുത് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും അതാരാ ചെറുതും വലുതും സ്വീകരിക്കാൻ? നിന്റെ ഉപ്പയല്ലേ, നിന്റെ ഉമ്മയല്ലേ, അവരോടത് പാടുണ്ടോ എന്നതിനപ്പുറം അള്ളാഹുവിനോടാ നമ്മൾ ഈ കളിക്കുന്നത്. ചെറുതല്ലേ, അത് സാരില്ല എന്ന് പറഞ്ഞു വിടുന്നത്. അല്ലാഹു തആല നമുക്ക് കാവൽ നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പരിശുദ്ധ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യ ഹൃദയത്തിൽ റാൻ എന്ന് പറയുന്ന ഒരു കറ വരുന്നതിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു ഒരു കറുത്ത പെയിന്റ് അടിച്ചിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. റാൻ എന്ന് പറയും. കുല്ലമാ അദ്നബ ദംബൻ നുകിത ഫീ ഖൽബിഹി നുക്തതുൻ സൗദാ, ഏത് തെറ്റ് ചെയ്യുമ്പോഴും മനുഷ്യ ഹൃദയത്തിൽ ഒരു കറുത്ത പാട് വരുന്നുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോരോ തിന്മകൾ കടന്നുകൂടുകയും ആ തിന്മകൾ അല്ലാഹുവിനോട് തൗബ ചെയ്യാതെ പാപമോചനം ചോദിക്കാതെ നമ്മൾ നിലനിർത്തിപ്പോയാൽ ഹൃദയത്തിന്റെ ഉള്ളകമാകെ കറുത്തിരുണ്ടു പോവുകയും ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറൻ, നന്മയെ നന്മയായും തിന്മയെ തിന്മയായും കാണാൻ കഴിയാത്ത വിധം അവരുടെ ഹൃദയങ്ങൾ മലിനമായി പോകുന്നത് മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളാൽ ഹൃദയങ്ങളിൽ കറ വീഴുന്നുണ്ട്. അതാണ് അല്ലാഹു കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം എന്ന് പറയുന്നത്. മനുഷ്യ ഹൃദയങ്ങളിൽ പാപത്തിന്റെ മറ വരുന്നത് നമ്മുടെ ഹൃദയങ്ങൾ, ഒരുപക്ഷെ ഹാർട്ട് ഡയഗ്നോസ് ചെയ്താൽ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഹാർട്ട് തുറന്നു നോക്കിയാൽ ഡോക്ടർമാർക്ക് അത് കാണാൻ കഴിയണമെന്നില്ല. പക്ഷേ സജ്ജനങ്ങൾക്ക് മുഖത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അള്ളാഹു നമ്മുടെ ഖൽബുകളെ ശുദ്ധിയാക്കി തരട്ടെ. നമ്മുടെ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധമായ ഹബീബിന്റെ മദീന മുനവ്വറയിലേക്ക് മദീനയുടെ പ്രഗൽഭനായ പണ്ഡിതൻ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ ചെല്ലുന്നു. യുവാവാണെന്ന് ഇമാം ശാഫിഈ തങ്ങള്. മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ പ്രമുഖനായ ഇമാമുന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഇമാമു ദാരിൽ ഹിജ്റ എന്നറിയപ്പെടുന്ന
സാഹിബ് മുവത്ത എന്ന മഹത്തായ ഹദീസ് ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഇമാം മാലിക് തങ്ങളുടെ മുമ്പിൽ നമ്മുടെ ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ചെന്നപ്പോ ഇമാം ഷാഫിഈ തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ഇമാം മാലിക് എന്നവരെ ഒരു വാക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. യാ ഷാഫിഈ ഇന്നി അറാ അലൈക നൂറ ത്വാഅ ഫലാ തുത്ഫി നൂറ ത്വാഅതിക ബിമഅസിയത്തില്ലാഹ്. ഷാഫിഈ, നിങ്ങളുടെ മുഖത്ത് ഇബാദത്തിന്റെ അനുസരണയുടെ അല്ലാഹുവിന്റെ ഇബാദത്തിന്റെ ഒരു വെളിച്ചം നിങ്ങളുടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട് ഷാഫിഈ. ആ വെളിച്ചം നിങ്ങൾ പാപങ്ങളെ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞേക്കരുതേ, ആ വെളിച്ചം നിങ്ങൾ ഊതിക്കെടുത്തരുതേ പാപങ്ങൾ ചെയ്തുകൊണ്ടെന്ന് ഇമാമുന മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഇമാമുന ഷാഫിഈ തങ്ങളോട് പറഞ്ഞത് ചരിത്രം രേഖപ്പെടുത്തി വെച്ചു. ഷാഫിഈ, നിങ്ങളുടെ മുഖത്തൊരു വെളിച്ചമുണ്ട്, ആ വെളിച്ചം നിങ്ങൾ കെടുത്തിക്കളയരുത്. ആലിമീങ്ങൾക്കൊരു വെളിച്ചം ഉണ്ടാവും, വല്ലാത്തൊരു വെളിച്ചം. സുബ്ഹാനല്ലാഹ്. മഹാനായ മർഹൂം CM അബ്ദുള്ള മുസ്ലിയാർ ചെമ്പരിക്ക ഖാദിയായിരുന്ന മർഹൂം മഹാനവരുടെ മുഖത്തൊരു വെളിച്ചം എനിക്കതുപോലെ തോന്നും. നമ്മുടെ നീലേശ്വരം ഖാദി നമ്മുടെ EK മഹ്മൂദ് മുസ്ലിയാരെ കാണുമ്പോൾ അന്ന് ഞങ്ങൾ കണ്ടു പതിയെടുക്കയിൽ, യാ അല്ലാഹ് എന്തൊരു വെളിച്ചം. CM ഉസ്താദിന്റെ ആ ഒരു മുഖത്തിന്റെ ഒരു രൂപവും ഭാവവും ഒരു വെളിച്ചവും ഒക്കെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള EK മഹ്മൂദ് മുസ്ലിയാർ, അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. നമ്മുടെ തൊട്ടടുത്ത് ഇപ്പോൾ കാഞ്ഞങ്ങാടായതുകൊണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ആലിമിനെ ഞാൻ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അങ്ങനെ ഒരുപാട് ആലിമീങ്ങൾ, ഒരുപാട് മഹത്തുക്കൾ, ഒരുപാട് സാദാത്യങ്ങൾ ഒരു വെളിച്ചം മുഖത്ത് കാണാൻ കഴിയും. മഹാനായ കുഞ്ഞിക്കോയ മുസ്ലിയാർ, വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാർ വല്ലാത്തൊരു വെളിച്ചമാണ്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് എന്തൊരു ഈമാനിന്റെ തെളിച്ചമാണ്. ആ മുഖത്തൊരു ജലാലും ഒരു വഖാറും കാണാൻ വേണ്ടി കഴിയും. സുബ്ഹാനല്ലാഹ്. കള്ളന്മാരെ ശരിക്ക് തിരിച്ചറിയാൻ കഴിയും. മുഅ്മിനീങ്ങൾക്ക് മനസ്സിലാവും എത്ര എങ്ങനെയെല്ലാം മിനുമിനിക്ക് നടന്നാലും മുഖത്തൊരു തെളിമുണ്ടാവില്ല. അത് കള്ളത്തരത്തിന്റെ അടയാളമാണ്. സജ്ജനങ്ങളായ ആലിമീങ്ങൾ, സ്വാലിഹീങ്ങളായ ആളുകൾ ആ മുഖമത് പറയും, ആ മുഖത്തെ തെളിമത് വിളിച്ചു പറയും. സീമാഹും ഫി വുജൂഹിഹിം മിൻ അഥരി സുജൂദ്. അള്ളാഹുവിന് സത്യസന്ധമായി സുജൂദ് ചെയ്തതിന്റെ ഒരു വെളിച്ചം മുഖത്ത് അള്ളാഹു കൊടുക്കും. അത് പായയിൽ ഉരതിയിട്ടുണ്ടാക്കുന്ന സുജൂദിന്റെ അടയാളമല്ല, അതിനപ്പുറത്തേക്ക് സുജൂദ് കൊണ്ട് കിട്ടുന്നൊരു വെളിച്ചമുണ്ട് മുഖത്ത്. സുബ്ഹാനല്ലാഹ്. സജ്ജനങ്ങൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഈമാനിന്റെ ഒരു അടയാളം അതാണ്. പാപങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് നഷ്ടപ്പെടുന്നതും ആ ഒരു മുഖവെളിച്ചമാണ്. അങ്ങനെയാണ് മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരുന്ന അന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഴിയിലൂടെ നടന്നു വന്ന ചെറുപ്പക്കാരനോട്, ഒരു സ്വഹാബിയോട്, പള്ളിയിലേക്ക് കയറി വന്നിരുന്നപ്പോൾ ചോദിച്ചില്ലേ, മിമ്പറിൽ നിന്നുകൊണ്ട് ദൂരേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അയദ്ഖുലു അലൈനാ അഹദുക്കും വഫീ ഐനൈഹി അഥറു സിനാ. മിമ്പർ ഹബീബായ നബി തങ്ങളുടെ മിമ്പറിൽ മസ്ജിദിൽ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുക മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പോഴൊരു ചെറുപ്പക്കാരൻ ജുമുഅക്ക് നേരം വൈകി വന്നത്, ബാക്കിലെ സൊഫിൽ കയറിയിരുന്നതാ. നേരെ ഖുതുബയുടെ ഇടയിൽ മുമ്പ് പറഞ്ഞ വിഷയവുമായി ഒരു ബന്ധവുമില്ലാതെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഖതലു റസൂലില്ലാഹ് വല്ലദീ തസ്തഹി മിൻഹു മലായികത്തുർ റഹ്മാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരൊറ്റ പറച്ചിൽ നമ്മുടെ സദസ്സിലേക്ക്, റസൂലുള്ളാഹിന്റെ പള്ളിയിലേക്ക് കണ്ണുകളിൽ വ്യഭിചാരത്തിന്റെ അടയാളവുമായി ചില ആളുകൾ കയറി വന്നിരിക്കുന്നുണ്ടല്ലോ. കണ്ണുകളിൽ വ്യഭിചാരത്തിന്റെ അടയാളവുമായി ചില ആളുകൾ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ കയറിയിരിക്കുകയോ. അപ്പൊ സ്വഹാബിക്ക് ഓർമ്മ വന്നു, പടച്ചോനെ, ഞാൻ വരുമ്പോ ഒരു പെണ്ണിന്റെ കാൽ, ആ ഒരു കാറ്റടിച്ചപ്പോ ഒരു പെണ്ണിന്റെ കാലിലെ വസ്ത്രം പൊങ്ങിയപ്പോ ആ കാലിലേക്ക് നോക്കുകയുണ്ടായി. സ്വാഭാവികമായും ഒരു പുരുഷൻ എന്ന നിലയിൽ വൈകാരികമായ ഒരു ചിന്ത വന്നു കാണണം. തൗബ ചെയ്യാനും നേരം കിട്ടിയില്ല, നേരം ജുമുഅ കൂടല്ലേ. ആ നടന്ന സംഭവം മിമ്പറിൽ നിൽക്കുന്ന ഉസ്മാൻ എന്നവർ എങ്ങനെ അറിഞ്ഞു? അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, അവഹ്യൻ ബഅദ റസൂലില്ലാഹ്. അങ്ങാടിയിൽ നടക്കുന്നത് റസൂലുള്ളാഹിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചു കൊടുക്കാറുണ്ട്. ദൂരങ്ങളിൽ നടക്കുന്നത് ഹബീബായ തങ്ങൾക്ക് വഹി വരാറുണ്ട്. ഞാൻ മദീനയിലെ അങ്ങാടിയിലൂടെ നടന്നു വരുമ്പോ എന്റെ കണ്ണുകൊണ്ട് ഞാൻ ചെയ്തു പോയൊരു തെറ്റ് ഈ മിമ്പറിൽ ഖുതുബ തുടങ്ങിക്കഴിഞ്ഞ ഇമാം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന റസൂലുള്ളാഹിന്റെ സ്വഹാബി റളിയല്ലാഹു അൻഹു എങ്ങനെ കണ്ടു? വഹി വരുന്നുണ്ടോ ഇപ്പോഴും എന്ന് ചോദിച്ചു. അവഹ്യൻ ബഅദ റസൂലില്ലാഹ്. അപ്പോൾ ഉസ്മാൻ തങ്ങളുടെ മറുപടി, ലാ, ഇത് വഹിയല്ല. ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിൻ ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്. ഇത് മുഅ്മിനായ മനുഷ്യന്റെ മുഖലക്ഷണം പറയലാണ്.
മുഅ്മിനായ മനുഷ്യൻ നോക്കുന്നത് ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്, അല്ലാഹു നൽകുന്ന പ്രകാശം കൊണ്ടാ മുഅ്മിനായ മനുഷ്യൻ നോക്കുന്നത്. ആ പ്രകാശത്തിൽ മനുഷ്യർ ചെയ്യുന്ന തിന്മകൾ അവരുടെ മുഖങ്ങളിൽ തെളിഞ്ഞു കാണും. അതാണ് ഞാൻ പറഞ്ഞത്, വഹയല്ല, ഇതെന്റെ മുഖലക്ഷണം പറയലാണ് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മുഅ്മിനെ, തിന്മകളുടെ ലോകം വല്ലാത്ത അപകടമുള്ള ഒരു ലോകമാണ്. സ്വാലിഹീങ്ങളുടെ മുമ്പിലേക്ക് ചെന്നാൽ അവർക്ക് മുഖം കണ്ടാൽ മനസ്സിലാകും. തട്ടിപ്പുകാരെ പെട്ടെന്ന് മനസ്സിലാവും, കുഴപ്പക്കാരെ മനസ്സിലാവും. തിന്മകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരെ ബോധ്യപ്പെടും. തിന്മകളിൽ ജീവിക്കുന്ന ആളുകൾ, അവരെ ലക്ഷണം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു നമ്മുടെ ഖൽബുകളെ നന്നാക്കി തരട്ടെ, ഹൃദയങ്ങൾ അള്ളാഹു നന്നാക്കി തരട്ടെ. പാപങ്ങളെ കൊണ്ടുണ്ടാകുന്ന ആദ്യത്തെ വിപത്ത് ഹിർമാനുൽ ഇൽമ് വവജാഹത്തുൽ വജ്ഹ്, മുഖത്തിന്റെ ശോഭയും വിജ്ഞാനവും നമുക്ക് നഷ്ടപ്പെടും. അല്ലാഹു തആല പാപങ്ങളാൽ നമ്മെ അങ്ങ് പരീക്ഷിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തൗബ ചെയ്യാതിരുന്നാൽ ഇൽമ് നഷ്ടപ്പെടും. ഇമാമുന ശാഫിഈ തങ്ങളിലേക്ക് വരാം. അവരുടെ പ്രിയപ്പെട്ട ഉസ്താദാണ് ഹദീസ് പണ്ഡിതനായിരുന്ന വകീഅ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. മഹാനായ വകീഅ ഇബ്നുൽ ജറാഹ് തങ്ങളോട് ഇമാമുന ശാഫിഈ തങ്ങൾ ചെന്ന് പറയുകയാണ്, എന്റെ ഗുരുനാഥരെ, എന്റെ ഗുരുവര്യരെ, എനിക്കൊരു സാരോപദേശം നൽകണേ, ഒരു ഉപദേശം നൽകണം. എനിക്കൊരു ഉപദേശം തരൂ. മനുഷ്യന് ഓർമ്മക്കുറവ് വരാതിരിക്കാൻ, മെമ്മറി വർദ്ധിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മരുന്നെന്താണ്? ഏറ്റവും നല്ല മരുന്നെന്താണ്? നമ്മൾ ആയുർവേദശാലയിലുണ്ടോ എന്ന് നോക്കൂ അല്ലേ? നമ്മൾ പച്ചമരുന്നിൽ കിട്ടാനുണ്ടോ? വൈദ്യത്തിൽ കിട്ടാനുണ്ടോ? ബുദ്ധിശക്തിക്ക്, ഓർമ്മശക്തിക്ക് ഏറ്റവും നല്ല മരുന്ന് ഏതാണെന്ന് ചോദിച്ചത് ലോകത്തെ പ്രഗത്ഭനായ പണ്ഡിതനായി മാറാൻ പോകുന്ന ശാഫിഈ ഇമാമാണെന്ന് കൊച്ചുപ്രായത്തിൽ ചോദിച്ചതോ ഹദീസ് പണ്ഡിതനായ വകീഅ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനോട്. മഹാനായ വകീഅ എന്നവർ കൊടുത്ത മറുപടി വളരെ ലോക പ്രശസ്തമായ 2 വരി കവിതകളാണത്. ഇമാം ഷാഫിഈ തങ്ങളത് പറയുന്നുണ്ട്, شكوت إلى وكيع سوء حفظي فأرشدني إلى ترك المعاصي وقال العلم نور الله حقا ونور الله لا يعطى لعاصي. ഷക്കൗതു, ഞാൻ പരാതി പറഞ്ഞു, ഇലാ വകീഇൻ, എന്റെ ഗുരുനാഥനായ വകീഅ ഇബ്നുൽ ജറാഹ് തങ്ങളോട് ഞാൻ പരാതി പറഞ്ഞു. സൂഅ ഹിഫ്ളി, മനപ്പാടമാക്കാൻ കഴിയുന്നില്ല, ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, എല്ലാം പെട്ടെന്ന് മറന്നു പോകുന്നു, പെട്ടെന്ന് മറക്കുകയാണ്, ഓർമ്മശക്തി കുറവാണ് എന്നെന്റെ ഗുരുനാഥനോട് ഞാൻ പറഞ്ഞപ്പോൾ എന്റെ ഗുരുനാഥൻ മറുപടി തന്നു, ഫഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ, സത്യമാണ്, വിജ്ഞാനം എന്നത് അല്ലാഹു നൽകുന്നൊരു പ്രകാശമാണ്, ഇൽമെന്നത് അല്ലാഹു നൽകുന്ന നൂറാണ്. വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി, പാപികളായ ആളുകൾക്ക് അല്ലാഹു അത് നൽകുകയില്ല ഷാഫിഈ. അതുകൊണ്ട് പാപങ്ങൾ ചെയ്യാതിരിക്കണേ. പാപികളായ ആളുകൾക്ക് അല്ലാഹു ഇൽമിന്റെ നൂറ് നൽകുകയില്ല. പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം, കണ്ണുകളെ സൂക്ഷിക്കണം. നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് അത് സൂക്ഷിക്കാൻ നമ്മുടെ മൊബൈൽ ഫോണുകളൊന്ന് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചാലേ നടക്കുള്ളൂ എങ്കിൽ രക്ഷിതാക്കന്മാർ അത് ചെയ്തേ പറ്റൂ. അവരുടെ ഹിഫ്ള് നിൽക്കണമെങ്കിൽ, മെമ്മറി വർക്ക് ചെയ്യണമെങ്കിൽ, അവരുടെ ഹൃദയത്തിന് ഹൃദയ വെളിച്ചമുണ്ടാവണമെങ്കിൽ പാപങ്ങളുടെ സാധ്യതകളുള്ള എല്ലാ മീഡിയം, അതിൻ്റെ വഴികൾ നമ്മൾ ക്ലോസ് ചെയ്തേക്കണം. ഇമാമുന ശാഫിഈ തങ്ങളോട് പറഞ്ഞ വാക്കാണത്. ഞാൻ എൻ്റെ ഗുരുനാഥനോട് പരാതി പറഞ്ഞു. ശകൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ളി ഫഅർശദനി ഇലാ തർക്കിൽ മആസി وقال العلم نور الله حقا ونور الله لا يعطى لعاصي. മഹാനായ പണ്ഡിതൻ നമ്മുടെ ഉലമാക്കളിൽപ്പെട്ട സ്വാലിഹീങ്ങളിൽ മുൻഗാമികളിൽപ്പെട്ട ഒരു മഹാനൊരു കഥ പറയുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആ വഴിക്ക് വരുന്ന ഒരു അന്യ പെണ്ണിനെ നോക്കാൻ പാടില്ലാത്ത
തൻ്റെ മഹ്റമല്ലാത്തൊരു പെണ്ണിനെ, കാണാൻ പാടില്ലാത്തൊരു പെണ്ണിനെ കണ്ണുകൊണ്ട് നോക്കി ആസ്വാദനം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ അവളോട് എന്തൊക്കെയോ കമന്റ് അടിക്കുന്ന വർത്തമാനം പറയുന്നു. ആ പെണ്ണിനെ ശല്യപ്പെടുത്തുകയാണ്. മഹാനായ പണ്ഡിതൻ പറഞ്ഞു, തൻദുറു ഇലൽ ഹറാം, ഹറാമിലേക്ക് നോക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യുകയാണല്ലേ. വല്ലാഹി ലതജിദന്ന ഗിബ്ബഹാ വഅഖൂബതഹാ വലൗ ബഅദ ഹീൻ, അതിന്റെ ശിക്ഷ നിനക്കല്ലാഹു നൽകും. ഒരൽപ്പം കാലം കഴിഞ്ഞതിന്റെ ശേഷമാണെങ്കിലും, കുറച്ച് കാലം കഴിഞ്ഞാലും നീ ആ ചെയ്തതിന്റെ ഫലം നിനക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന് ഒരു പണ്ഡിതൻ പറഞ്ഞു പോയപ്പോ ആ മനുഷ്യൻ 40 കൊല്ലം കഴിഞ്ഞ് ഓർത്തെടുക്കുകയാണ്. ഫനസീതു അൽ ഖുർആന ബഅദ 40 സന, 40 വർഷം എത്രയോ ഖുർആൻ ഓർമ്മയുണ്ടായിരുന്ന മനുഷ്യൻ 40 കൊല്ലം കഴിഞ്ഞപ്പോ ആ ചെയ്ത തെറ്റിത് പശ്ചാത്തപിക്കാതെ തൗബ ചെയ്യാതെ കൊണ്ടു നടന്നതിന്റെ പേരിൽ നസീതുൽ ഖുർആന ബഅദ 40 സന, 40 കൊല്ലങ്ങൾക്കിപ്പുറം ഞാൻ അന്ന് ചെയ്തതിന്റെ ഫലം ഞാൻ അനുഭവിച്ചു. ഖുർആൻ എന്നേക്കുമായി എൻ്റെ ഖൽബിൽ നിന്ന് മാഞ്ഞു പോയത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് ആ മനുഷ്യൻ മറുപടി പറയുന്നു. 40 കൊല്ലങ്ങൾക്ക് ശേഷം ആലിമ പറഞ്ഞു, ഇപ്പൊ നിനക്കൊന്നും അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ലതജിദന്ന ഗിബ്ബഹാ വഅഖൂബതഹാ വലൗ ബഅദ ഹീൻ, കുറച്ച് കാലം കഴിഞ്ഞാലെങ്കിലും നിനക്കത് അനുഭവിക്കേണ്ടി വരും. മുഅ്മിനെ, ഇത് അല്ലാഹുവിന്റെ ലോകമാണ്. പടച്ച തമ്പുരാൻ പറഞ്ഞ പോലെ ജീവിക്കാൻ നമ്മെ പറഞ്ഞയച്ച ലോകമാണിത്. ആദം നബി അലൈഹിസ്സലാം എന്ന നമ്മുടെ വല്ലിപ്പയെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുമ്പോ മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞ ഭാഗം ഒന്ന് ഓർത്തു നോക്കൂ. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ എൻ്റെ ഒരു പ്രതിനിധിയെ ഇവിടെ നിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രതിനിധികളാണ് മനുഷ്യരൊക്കെ. ആ റബ്ബ് ചില മാനദണ്ഡങ്ങൾ, അള്ളാഹുവിന്റെ ചില രേഖകളുണ്ട്. ആ രേഖകൾക്കനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ അത് ഇസ്ലാമികമായ ജീവിതം. അതല്ലെങ്കിൽ സ്രഷ്ടാവ് ഏതൊരു ലക്ഷ്യത്തിനോ നമ്മൾ പറഞ്ഞയച്ചത്, ആ ലക്ഷ്യം നമ്മൾ കളഞ്ഞു കുളിച്ചു, അള്ളാഹു നമുക്ക് മനസ്സമാധാനം നൽകില്ല. ആ തിന്മ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. വലൗ ബഅദ ഹീൻ, 40 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം. 40ന്റെ ഒരുപാട് വേറെയും ചരിത്രങ്ങളുണ്ട്. 40 വർഷത്തിന്റെ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാതെയാകുന്ന നേരം, യൂസുഫ് നബിയെ സ്വന്തം ജ്യേഷ്ഠന്മാരെ കളിക്കാൻ കൊണ്ടുപോകുന്ന നേരം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പിതാവിന്റെ വേവലാതി, യാക്കൂബ് നബി പറഞ്ഞു, മക്കളെ, എന്റെ യൂസുഫിനെ ചെന്നായ തിന്നുമോ എന്ന് ഞാൻ പേടിക്കുന്നു. അല്ലാഹുവിന്റെ വഹി വന്നു, യാ യാക്കൂബ്, യാക്കൂബേ, ഖിഫ്തദ്ദിബ വമാ റജൗതനി, നിങ്ങൾ ചെന്നായെ പേടിച്ചല്ലേ എൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷിച്ചുകൂടായിരുന്നോ? നിങ്ങൾ പറഞ്ഞുകൂടായിരുന്നോ ഫി ഹിഫ്ദില്ലാ വ അമാനത്തില്ലാ, അള്ളാന്റെ സംരക്ഷണത്തിൽ യൂസുഫേ നിങ്ങൾ പോയിട്ട് വരിൻ എന്ന് പറയാമായിരുന്നില്ലേ? നിങ്ങൾ പറഞ്ഞതെന്താണ്? അഖാഫു അൻ യഅകുലഹു الذئب, ചെന്നായ തിന്നുമോ എൻ്റെ യൂസുഫിനെ എന്ന് ഞാൻ പേടിക്കുകയാണ്. അപ്പറഞ്ഞതിന്റെ പേരിലാണ് 40 കൊല്ലം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാതെ സങ്കടത്തിൽ യാക്കൂബ് നബി അലൈഹിസ്സലാം കഴിഞ്ഞത്. 40 സന, 40 കൊല്ലമായിരുന്നു. 40 കൊല്ലം. ആ ഒരു വാക്കാണ് അത്ര അതിന് കാരണം പറയുന്നത്. മഹാന്മാരായ ആളുകളെ അല്ലാഹു തആല ഇടപെടുന്നത് വളരെ ചെറിയ ചെറിയ വാക്കുകളാലാണ്, ചെറിയ ചെറിയ സംഭവങ്ങൾ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകളുടെ കറയായി മുഖങ്ങളിൽ അല്ലാഹു കറവരുത്തുന്നുണ്ട്, ഹൃദയങ്ങൾക്ക് കറവരുന്നുണ്ട്, മുഖത്തിനതിന് അടയാളം വരും. സുലൈമാനുദ്ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വാലിഹീങ്ങളിൽ പ്രമുഖനാണ്. അവര് പറയുമായിരുന്നു, ഞാൻ ഒരു ദിവസം ഒരുപാട് തവണ കണ്ണാടി നോക്കാറുണ്ട്. എന്തിനാണെന്നറിയോ? മുഖം മിനുക്കാനല്ല. ഞാൻ ഒരു ദിവസം ഒന്നിലേറെ തവണ കണ്ണാടിയിൽ നോക്കാറുണ്ട്. ഞാൻ ചെയ്തു പോകുന്ന പാപങ്ങളാൽ എൻ്റെ മുഖം കറുത്തിരുണ്ടു പോയിട്ടുണ്ടോ എന്ന് കാണാൻ ഞാൻ കണ്ണാടി നോക്കാറുണ്ട്. ആരായി പറയുന്നത്? സ്വാലിഹീങ്ങളിൽ മഹാനായ സുലൈമാനുദ്ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ നമ്മളൊക്കെ എന്തപ്പോ കാണാത്തത് അല്ലേ? തിന്മകളുടെ അതിപ്രസരത്തിൽ ജീവിക്കുന്ന ലോകമാണ് നമ്മുടേത്. തിന്മയുടെ അതിപ്രസരത്തിൽ. മുമ്പൊക്കെ പറയാറില്ലേ, മുക്കുവന്മാരുടെ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് കൊണ്ടുവരുമ്പോ ആ പെണ്ണ് പറയും, എന്തൊരു മീൻ്റെ നാറ്റമാണല്ലേ,
മോളെ അതൊക്കെ ഇപ്പം ശരിയാവും എന്ന് പറഞ്ഞു കൊടുത്ത് 2 മാസം കഴിഞ്ഞ് വീട്ടുകാർ ചെന്ന് നോക്കുമ്പോൾ ആ മണക്ക് എന്തായി മോളെ? ഇപ്പം മണമില്ല, ഞാൻ വന്നപ്പോൾ നല്ല മണമായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. അവൾ ആ മണത്തിലേക്ക് അങ്ങ് ശീലിച്ചു പോയി. മദീനയിലൊരു ദുർഗന്ധമുള്ള കാറ്റ് വന്ന കഥയുണ്ട് ഹദീസിൽ. മദീനയിൽ ദുർഗന്ധമുള്ള ഒരു കാറ്റ്, റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം. സ്വഹാബികൾ ചോദിച്ചു, നബിയെ, ഇവിടെയൊന്നും ഒരു കുപ്പത്തൊട്ടി പോലും ഇല്ലല്ലോ, എവിടെന്നാ ഈ ദുർഗന്ധമേ അടിച്ചു വീശി വരുന്നത്? തങ്ങൾ പറഞ്ഞു, ജൂതന്മാരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ മുസ്ലിമീങ്ങളായ സത്യസന്ധരായ മനുഷ്യരെക്കുറിച്ച് ഗീബത്തും നമീമത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദുർഗന്ധമാണ് ഈ വന്നത്.